ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കോക്ടെയിൽ പുഡിംഗ് ആണ്. ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയത് ഈ കോക്ടെയിൽ പുഡിംഗ് ആണ്. അവിടെ കുറേ വിധം പുഡിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ പുഡിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 6 ക്യാരറ്റാണ്. അപ്പോൾ അധികം വലിപ്പമില്ല, ഒരു മീഡിയം സൈസിലുള്ള 6 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ഈ ക്യാരറ്റ് നന്നായിട്ട് തൊലി കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ പപ്പായ ചേർക്കുന്നില്ല. പപ്പായ ചേർത്താൽ ചില സമയത്ത് ചെറുതായിട്ടൊരു കയ്പുള്ളതുപോലെ തോന്നാറുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 6 ഈന്തപ്പഴം കുരു കളഞ്ഞ് എടുത്തതാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് 15 കശുവണ്ടിയാണ്. 15 കശുവണ്ടി ഇതിലേക്ക് ചേർക്കാം. അതുപോലെ 15 ബദാമും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഈ പ്രഷർ കുക്കർ അടച്ചു വെച്ച് ഇതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് മാറ്റാം. എന്നിട്ട് 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. നിങ്ങൾ കണ്ണൂർ കിച്ചൺ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചുവന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് അതിൻ്റെ അടുത്ത് കാണുന്ന ഈ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് വേണ്ടത് 20 ഗ്രാം ചൈന ഗ്രാസ് ആണ്. അപ്പോൾ ഇതുപോലെ നൂല് പോലെ ഇരിക്കുന്ന ചൈന ഗ്രാസ് എൻ്റെ അടുത്ത് 10 ഗ്രാം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 10 ഗ്രാം കൂടി ഞാൻ ബേക്കേഴ്സിൻ്റെ ചൈന ഗ്രാസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി ചേർത്തിട്ട് 20 ഗ്രാം ചൈന ഗ്രാസ് ആണ് ഈ പുഡിങ്ങിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ബേക്കേഴ്സിൻ്റെ നാട്ടിൽ നിന്ന് വാങ്ങിച്ച ചൈന ഗ്രാസ് ആണ്. മറ്റേത് ഞാൻ അബുദാബിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ രണ്ടും ഒരുപോലെ തന്നെയാണ് മെൽറ്റായി വരുമ്പോൾ. അപ്പോൾ ഇതിലേക്ക് ഇനി 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് വെള്ളത്തിലേക്ക് അമർത്തി വെച്ച് കൊടുക്കാം. ഈ ചൈന ഗ്രാസ് ഒരു 15 മിനിറ്റ് ഇതുപോലെ വെള്ളത്തിൽ കുതിർത്തെടുക്കുന്നത് നല്ലതാണ്. പെട്ടെന്ന് മെൽറ്റായി കിട്ടും. അപ്പോൾ വെള്ളത്തിൽ നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒന്ന് അമർത്തി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കാം. നമ്മൾ വേവിക്കാൻ വെച്ച ക്യാരറ്റ് 2 വിസിലിന് ശേഷം ഞാനിവിടെ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ ആവിയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെയാകുമ്പോൾ നമുക്കിത് പെട്ടെന്ന് തണുത്ത് കിട്ടും. പ്രഷർ കുക്കറിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ തണുക്കാൻ കുറേ ടൈം എടുക്കും. അപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇത് തണുക്കാൻ വേണ്ടി വെക്കാം. കുറച്ചൊന്ന് ചൂട് പോയതിന് ശേഷം നമുക്കിതിൻ്റെ ഈ ബദാമിൻ്റെ തൊലിയൊന്ന് കളഞ്ഞു കൊടുക്കാം. നമ്മൾ നേരത്തെ തൊലിയോട് കൂടിയിട്ടാണ് ബദാം ചേർത്തിരുന്നത്. അപ്പോൾ 15 ബദാമിൻ്റെയും തൊലി ഇതുപോലെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നമുക്ക് നല്ലോണം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മാറ്റി വെക്കാം. ഒരു സോസ് പാനിൽ 1 ലിറ്റർ പാലെടുക്കാം. അതായത് 2 പാക്കറ്റ് പാലെടുക്കാം. 1 ലിറ്റർ പാലാണ് ആവശ്യമുള്ളത്. രണ്ട് പാക്കറ്റ് പാൽ ഈ സോസ് പാനിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം. പാൽ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതേ സമയം തന്നെ നമുക്ക് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ചൈന ഗ്രാസ് ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് മെൽറ്റ് ചെയ്യാം. പാൽ ചൂടാക്കുന്ന സമയത്തിന് ചൈന ഗ്രാസും മെൽറ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് രണ്ടും ഒരേ ചൂടിൽ കിട്ടും, ഒരേ ടെമ്പറേച്ചറിൽ കിട്ടും. അങ്ങനെയാകുമ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് പാല് പിരിഞ്ഞു പോയില്ല. മിക്കയാളും കംപ്ലൈൻറ്റ് പറയാറുണ്ട് പാല് പിരിഞ്ഞു പോകുന്നു എന്നുള്ളത്. അപ്പോൾ രണ്ടും ഒരേ ചൂടിൽ ചേർക്കുകയാണെങ്കിൽ പിരിഞ്ഞു പോകാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ പാലും ഇവിടെ ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർക്കാം. 1 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മളിതിൽ മിൽക്ക് മെയ്ഡും കൂടി ചേർക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ 1 കപ്പ് പഞ്ചസാര മതിയാവും. പിന്നെ നല്ലോണം മധുരം വേണമെന്നുള്ളവർക്ക് 1.5 കപ്പ് വരെയൊക്കെ ചേർക്കാവുന്നതാണ്. പഞ്ചസാര ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ അടുപ്പത്തേക്ക് മാറ്റി ചൈന ഗ്രാസും ഇവിടെ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. തീ കൂട്ടി വെച്ചിട്ട് ഒരിക്കലും മെൽറ്റ് ചെയ്തെടുക്കരുത്. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പാലിവിടെ തിളച്ച് വരുന്നുണ്ട്. പാലിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. എന്നിട്ട് ഈ മെൽറ്റ് ചെയ്ത ചൈന ഗ്രാസ് പാലിലേക്ക് ചേർക്കാം. ചൈന ഗ്രാസ് മുഴുവനും പാലിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യാം.
ഞാൻ ഈ പാല് ഫ്ലെയിം കുറഞ്ഞ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉള്ളതുപോലെ തോന്നും, പക്ഷെ നമ്മൾ കുറേ സമയം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതങ്ങ് പോയിക്കോളും. ഇനി അടുപ്പത്തുനിന്ന് മാറ്റി വെച്ചിട്ട് കുറച്ച് സമയം കൂടി ഇതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ചൈന ഗ്രാസും കുറേയൊക്കെ അങ്ങ് മെൽറ്റായിക്കോളും. ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ തണുക്കാൻ വെച്ച ക്യാരറ്റും ഈന്തപ്പഴവും അണ്ടിപ്പരിപ്പും ഒക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ വെള്ളത്തോട് കൂടി തന്നെ മിക്സിയുടെ ഒരു ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളത്തോട് കൂടി മുഴുവൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ പാലും ചൈന ഗ്രാസും ചേർന്ന മിക്സ് ഞാനൊരു വലിയ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ബൗളിലേക്ക് തന്നെ നമ്മളിപ്പോൾ അരച്ചെടുത്ത ക്യാരറ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. മുഴുവനും ബൗളിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പാല് നല്ല ചൂടോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത്. ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് 400 ഗ്രാമിൻ്റെ ഒരു ടിൻ മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവൻ മിൽക്ക് മെയ്ഡും ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓറഞ്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല, കുറച്ചുകൂടി നല്ലൊരു ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കളർ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കളർ നന്നായിട്ട് മാറി കുറച്ചൊരു ഡാർക്ക് കളറായി മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മിക്സഡ് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അണ്ടിപ്പരിപ്പും ബദാമും പിസ്തയുമാണ് നുറുക്കിയിട്ട് ചേർക്കുന്നത്. ഒരു 5-6 ടേബിൾ സ്പൂൺ വരെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടി ചേർക്കുന്നുണ്ട്. ഇതല്ലെങ്കിൽ ഇതിന് പകരം അനാർ ചേർത്ത് കൊടുത്താലും മതി. ഇത് രണ്ടും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പുഡിംഗ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രേയിൽ ഒഴിച്ചു കൊടുക്കാം. അല്പം വലിയ 2 ട്രേയിലും ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ചെറിയ ട്രേയിലും കൂടി ഒഴിക്കാനുള്ള പുഡിംഗ് ഉണ്ട്. അപ്പോൾ ഒരു ചെറിയ ട്രേയിലും കൂടി ഞാൻ ഒഴിക്കുകയാണ്. ഇനി ഇത് മൂന്നും ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. മൂന്ന് ട്രേയും ഇതുപോലെ കവർ ചെയ്യാം. മൂന്ന് ട്രേയും നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചെറിയ ചൂടോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ ഇത് മൂന്നും നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഈ 3 ട്രേയും ഫ്രിഡ്ജിൽ ഒരു 2 അല്ലെങ്കിൽ 3 മണിക്കൂർ വരെ വെച്ച് കഴിയുമ്പോഴേക്കും നന്നായിട്ട് സെറ്റായി കിട്ടും. 3 മണിക്കൂറിന് ശേഷം ഞാനിത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. പുഡിങ്ങൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇതിൽ ചെറിയ ട്രേയിലുള്ള പുഡിങ് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. മറ്റ് 2 ട്രേയും എനിക്ക് ഫംഗ്ഷന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ചെറിയ ട്രേയിലുള്ളത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി പുഡിങ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നന്നായിട്ട് ഉറച്ച് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ചൈന ഗ്രാസ് ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന പുഡിങ് കട്ട് ചെയ്തെടുക്കാൻ നല്ല ഈസിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കോക്ടെയിൽ പുഡിങ്ങാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായും ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ കണ്ണൂർ ഭാഗത്തുള്ള കോക്ടെയിലിൻ്റെ അതേ രുചിയിലുള്ളൊരു പുഡിങ്ങാണിത്.
അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്